നാം ഒരു അനുഗ്രഹമാണ്. നാം ഒരു അനുഗ്രഹമായിരിക്കാനാണ് ദൈവം ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നാം ഒരു അനുഗ്രഹമായിരിക്കേണ്ടത്? പണം ഒരനുഗ്രഹമാണ്, ആരോഗ്യം ഒരനുഗ്രഹമാണ്, വിദ്യാഭ്യാസം ഒരനുഗ്രഹമാണ്, സംശുദ്ധമായ ജീവിതം ഒരനുഗ്രഹമാണ്, നമ്മുടെ അനുഭവങ്ങൾ ഒരനുഗ്രഹമാണ്, ഭാര്യ, മക്കൾ, കുടുംബം, ജീവിതം, മാതാപിതാക്കൾ, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ട്. എന്തിനാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്? എന്തിനാണ് നാം ഒരു അനുഗ്രഹമായിരിക്കുന്നത്? സംശയമില്ല, നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാനാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ദുഃഖിക്കുന്നവർക്ക് നാം ഒരു ആശ്വാസം പകരുന്നതിന് വേണ്ടി, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതിന് വേണ്ടി, നഗ്നനെ വസ്ത്രം മൂടിപ്പിക്കുന്നതിന് വേണ്ടി, രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, തടവിലായിരിക്കുന്നവരെ ചെന്ന് കണ്ട് സഹായിക്കുന്നതിന് വേണ്ടി, ഇതിനു വേണ്ടിയൊക്കെയാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സാരാംശം ഇതാണ്: നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നാം മറ്റുള്ള ആവശ്യക്കാർക്ക് പങ്കുവെക്കണം. നാം നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. യേശു പറഞ്ഞു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ ന്യായമായതും യോഗ്യമായതുമായ പ്രവൃത്തി. ഈ ലോകത്തിൽ വസ്തുവകയുള്ള ഓരോരുത്തരും മറ്റാവശ്യത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അനുഗ്രഹമാകാൻ തയ്യാറായാൽ ഈ ലോകത്തിൽ ദൈവസ്നേഹവും ദൈവകരുണയും ഒരു നദി പോലെ പരന്നൊഴുകും. അതിനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.